ആ പശു നല്ല കാശുണ്ടാക്കിയ എന്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം സൈഡായിരുന്നില്ലേ. അപ്പൊ നമ്മള് ഡോക്ടറിനെ ആവണം എന്നർത്ഥം. നമ്മളവരെ എന്തിനും സംബന്ധിച്ച് അപ്പൊ ഉടനെ അതിന് മരുന്നുകൾ കൊടുത്തോളാം. പിന്നെ വിരക്കുള്ള മരുന്നുകൾ കൊടുക്കണം. 15 പൈസ കൂടുമ്പോ കൊടുക്കണം. 1,00,000 പഞ്ചായത്ത് എന്താ. അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് കറുകപുത്തൂര് അഖിലാണം എന്ന് പറയുന്ന പ്രദേശത്താണ്. നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണുന്നതായിരിക്കും ഒരുപാട് പശുക്കൾ. അപ്പോൾ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പശു ഫാമിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. അപ്പം അദ്ദേഹത്തിൻ്റെ പശു വളർത്തൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ്, ഈ ഫാമിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പരമാവധി മുഴുവനായി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് നേരിട്ട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നല്ല വിശേഷം. പശുക്കളുടെ വളത്തിലാണ്. മൊത്തം 10 ഉണ്ട്. കുട്ടികളെ കൂടിയ കുട്ടികളെ 4 മുരുകളാ. ബാക്കി 1, 2, 3, 4, 5, 6, 7 പശുണ്ടാവും. ഇപ്പോ ഏകദേശം എത്ര വർഷമായി ഈ ഒരു പശുവിന്റെ ഫീൽഡിൽ 10 വർഷമുണ്ട്. 10 വർഷമല്ലേ? അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ആദ്യം ടൈലറാണ്. ഗൾഫിൽ പോയിട്ടുണ്ട്. മസ്കറ്റില്. അവിടുന്ന് ഒരു പശുവിനെ മേടിച്ച് അതിന്റെ മുകളിൽ ഉണ്ടായി വന്നാണ്. പയ്യനെ കണ്ടപ്പോ ഞാൻ ഒരു ഓട്ടോറിക്ഷയില് ഒരാളുടെ കൂടെ കിളിയായിട്ട് പോയതാണ്. അപ്പൊ പയ്യനെ കണ്ടപ്പോ അങ്ങനെ കൊടുക്കുക വെച്ചപ്പോ കൊടുക്കും പറഞ്ഞു, അങ്ങനെ മേടിച്ചു. അതിന്റെ മോളാണ് ഉണ്ടായതാണ്. അങ്ങനെ തുടങ്ങിയതാണ്. ഇതൊക്കെ ജേഴ്സികളാ. ഇത് സുനന്ദിനി, അത് എച്ചപ്പ്. അത് എച്ചപ്പ്. പാലും കാര്യങ്ങളൊക്കെ മിൽമയിലാണ് കൊടുക്കുന്നത്. ഇത് 9 ലിറ്റർ പാലുള്ള പയ്യാണ്. അത് 9 ലിറ്റർ പാലുള്ള പയ്യ. ഇത് 9 ലിറ്റർ പാലുള്ള പയ്യ. അത് എച്ചപ്പിനെ ഞാൻ പുതിയത് മേടിച്ച. അപ്പൊ പ്രസവിച്ചില്ല വെച്ചേനെ. അപ്പോ നിങ്ങള് എല്ലാം മിൽമയിലാണോ കൊടുക്കുന്നത്? എല്ലാം മിൽമേൽ. പിന്നെ കുറച്ച് വീടുകളിലും കൊടുക്കും. ഇല്ല, കറവ് പറ്റി. പക്ഷെ അത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കാശ് ഉണ്ടാക്കാൻ പറ്റിയ പണിയാണ്. നമ്മളിപ്പോ ഈ പശുക്കളുടെ ചാണകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കി വിൽക്കുക. പട്ടയ്ക്ക് 40 റുപ്യ അങ്ങനെ കിട്ടും. പിന്നെ കൊട്ടയ്ക്ക് 35 റുപ്യ വെച്ച് കൊടുക്കും. പിന്നെ ഇവരെ എല്ലാ കാര്യം കൊണ്ടും പൈസ തന്നെ. പക്ഷെ വർക്ക് ചെയ്യണം. എവിടെയും കൊണ്ട് കെട്ടിയിട്ട് ചെല്ലാം, കൊല്ലരുത്. നമ്മളെ കുട്ടികളെ നോക്കണ മതി നോക്കാം. കടിക്കാനുള്ള മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ചെള്ളു കയറുന്നതിന് കഴിക്കണം. അപ്പൊ ഇവരുടെ മേലെ വല്ല ഈച്ചൊന്നുമില്ലല്ലോ, ഒക്കെ മരുന്ന് കഴിച്ചിട്ട് ഇരിക്കുക. കാലത്ത് ഞാൻ ഒരു 8 മണിക്കാ പുറത്തേക്ക് ഇറക്കും. പാടത്തേക്ക് കൊണ്ടുപോകും 10 മണിക്ക്. എന്താ ചെയ്യും, വെള്ളം മഞ്ഞുവെള്ളം വരുന്നതിന്റെ മുന്നേ കൊണ്ടുപോയില്ല. അല്ല കുളമ്പ് രോഗം അസുഖത്തൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടാണ്, പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും നോക്കിയിട്ടാ ഞാൻ കൊണ്ടുവരുന്നത്. കറവുള്ളപ്പോ 4 മണിക്ക് നീച്ച് കയറും. തീറ്റ വക്കോല് മേടിക്കുക. 10-16 രൂപ വക്കോല് മേടിക്കും. 3 ഏക്കർ പാടം സ്വന്തം പണിയിലുണ്ട്. പാടത്തിന് തീറ്റലിക്ക് പിന്നെയും മേടിക്കുകയാണല്ലോ. എന്നാലൊരു പട്ടിണി എടുക്കില്ല. നമ്മൾ ഇന്നലെ അവരെ ഉഷാറാക്കിട്ട് നിർത്തുക. പുതിയ ഈ സാധാരണ ആൾക്കാര് പറയുന്നുണ്ട് പശു വളർത്തലൊക്കെ കുറെ ബുദ്ധിമുട്ടാണെന്നും. അതിതാണ് ഇതിന്റെ മുകളിൽ പണിയെടുക്കുമ്പോ ചളിയും മകനും മേലാവേ. അപ്പൊ നമ്മള് തേച്ച ഷർട്ടും ഇട്ട് നടക്കാൻ പറ്റില്ല. പണിയിടണോ. വരുമാന മാർഗങ്ങളൊക്കെ വരുമാനമുള്ള പണി നഷ്ടമാണ്. നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാല് നമുക്ക് അസുഖം വന്ന വെച്ചിരിക്കരുത്. ഒരു പനി കണ്ട അപ്പം വരുന്ന തോന്നും. ഒരു മുറി കണ്ട് നമ്മള് സാധിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പിറ്റുന്ന പുഴു വരും. അപ്പൊ നമ്മള് ഡോക്ടറിനെ ആവണം എന്നർത്ഥം. നമ്മളവരെ എന്തിനും സംബന്ധിച്ച് അപ്പൊ ഉടനെ അതിന് മരുന്നുകൾ കൊടുത്തോളാം. പിന്നെ വിരക്കുള്ള മരുന്നുകൾ കൊടുക്കണം. 15 പൈസ കൂടുമ്പോ കൊടുക്കണം. 1,00,000 പഞ്ചായത്ത് എന്താ.
അപ്പൊ പിന്നെ പശുവിനെ ഏത് തൊഴുത്തിൽ കെട്ടി? ഈ തൊഴുത്തും രണ്ട് തൊഴുത്തും രണ്ട് തൊഴുത്തിലും. അപ്പൊ ഏതില് കെട്ടാറ്? ഇതിലാണോ? ഇതിലിപ്പോ ഓണത്തിനായിട്ട് ബാക്കിയൊക്കെ അതിലാ. പിന്നെ ആ വലിയ വലിയ കുറച്ച് കാറ്റും കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവരാ ശരീരത്തിലേക്ക് നല്ല കാറ്റടിക്കണല്ലോ. വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ? കൂടെ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആ വീട്ടുകാരിലൊന്നും ഇതിലേക്ക് ബന്ധപ്പെടുത്തില്ല. ഒക്കെ ലാഭമൊക്കെ തന്നെ. ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നല്ലതാണ്. കൊളസ്ട്രോൾ ഉണ്ടാവില്ല, പ്രഷർ കൂടില്ല, ഒരു അസുഖമില്ല. ആള് വണ്ണം കുറയും നോക്കണം. ആരും ബോധിപ്പിക്കണ്ടായിരുന്നില്ല. അതിനിപ്പോ തീറ്റയ്ക്ക് നല്ല വിലയാണ്. കാലിത്തീറ്റയ്ക്ക് 1400 മേലെ പോയി. ഒറ്റ പശുവിന് തുടങ്ങിട്ട് ഇപ്പൊ ഇതൊന്നല്ല, അതൊക്കെ വിറ്റൊഴിവാക്ക്. അമ്മ പശുക്കളെ കൊടുത്തു. ആ പശു നല്ല കാശുണ്ടാക്കി എന്തൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം സൈഡായി ആയിരുന്നില്ലേ. അവളെ കൊണ്ടുണ്ടായ മുതലൊക്കെ അനുഗ്രഹം. ഒരുപാട് പൈസ ഉണ്ടാക്കിയുന്നുണ്ട്. പിന്നെ ഇപ്പൊ കുറെ ആൾക്കാരുണ്ട് ഈ പശു വളർത്താനായിട്ട് പെട്ടെന്ന് ഒരു ആവേശത്തിലാണ്ട് വരും, എന്നിട്ട് നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് അത് എങ്ങനെ അങ്ങനെ ചെയ്യുന്നത്? അത് നഷ്ടമായിട്ടാണോ അതോ അതിന് താല്പര്യമില്ലായിട്ടാണോ? എന്താ താല്പര്യമില്ലാത്ത കാരണം പശുവിനെ വളർത്തിയിട്ട് എവിടെയാക്കി പോന്നു കഴിഞ്ഞാൽ ഞാൻ വിജയിക്കില്ലല്ലോ. അതിന്റെ ഫുള്ളായി അതിന് വേണ്ടി മെനക്കെടണം. അപ്പൊ എന്താണ് ഇങ്ങനത്തെ ഉപദേശിക്കാളെ എങ്ങനെ ചെയ്യണം? ഉപദേശിച്ച് നമ്മളെ പശുക്കളെ ഒഴിച്ചാൽ അവരുടെ തീറ്റ കാര്യങ്ങള്, പാല് കറന്നു കൊടുക്കല്, പിന്നെ അവരെ പുറത്ത് കൊണ്ടുപോയി കെട്ടൊക്കെ ചെയ്യല്ലോ. പിന്നെ അവരെ ചാണം ഇതൊക്കെ വിറ്റ് കഴിഞ്ഞ പൈസയാണ്. മൂത്രത്തിനടക്കം പൈസ. ഇവിടുന്ന് മൂത്രം ആരും എടുക്കുന്നില്ല. പക്ഷെ അതിൽ റെഡിക്കായി പ്രവർത്തിക്കുകയാണെങ്കിൽ സംഗതി വിജയിക്കണ ഇതാ വീട്ടില്. ഓടിന്റെ വന്ന് പയ്യനോട് പഠിച്ചിട്ട് അവിടെ ഇവിടെയും കൊണ്ടുപോയി കെട്ടിട്ട് അതിന്റെ മുകളിൽ ലാഭം എടുക്കാറ് ഞാൻ നടക്കില്ല. പണിക്കാരെന്ന് വെച്ചിട്ട് കാര്യം. അതൊക്കെ വലിയ വലിയ ഫാമുകളിലേ പറ്റുള്ളൂ പണിക്കാരെ വെച്ചിട്ട്. അത് കറക്കാൻ മെഷീനടക്കം ഉണ്ട്. നമ്മള് സാധാരണ നമ്മൾ അധ്വാനിച്ചിട്ട് അതില് വിജയിക്കാന്ന് പറയാം.